ഹായ് ഗായ്സ്, ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ റിലീസിന് മുന്നേ എല്ലാ മാർവൽ ആൻഡ് ഡി സി സിനിമകൾ കാണണമെന്ന് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സത്യപ്രതിജ്ഞ അനുസരിച്ച് ഞാനൊരു സജഷൻ ചോദിച്ചായിരുന്നു, ഏതൊക്കെ സിനിമകളാണ് ഇതിന് കുറേ ഓർഡറൊക്കെ ഉള്ളതുകൊണ്ട് ഏതൊക്കെയാണ് ഓർഡറിൽ എന്നുള്ളതിൻ്റെ സജഷൻ ചോദിച്ചപ്പോൾ ഞാൻ ക്യാപ്റ്റൻ അമേരിക്ക ഫസ്റ്റ് അവഞ്ചർ കണ്ടു. അയ്യോ, മാർവൽ എന്തുകൊണ്ടാണ് ഞാൻ ഇത്ര നാൾ കാണാണ്ടിരുന്നതെന്നുള്ളത് എനിക്ക് ആ സിനിമ കണ്ടപ്പോഴാണ് ഗൈസ് മനസ്സിലായത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഈ മാർവൽ ഡി സി ഇംഗ്ലീഷ് പടത്തിലൊക്കെ മൊത്തം വെടിവെപ്പും ഇടിയും പുകയും വെടിയായതുകൊണ്ട് ഞാൻ കാണാതെ വിട്ടായിരുന്നു. പക്ഷെ അതാണ് ആ സിനിമയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്നുള്ളത് എനിക്ക് പിന്നെ കുറച്ച് പ്രായം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായപ്പോഴാണ് ഞാൻ ഇംഗ്ലീഷ് സിനിമകൾ കാണാൻ തുടങ്ങിയത്. അപ്പോൾ ക്യാപ്റ്റൻ അമേരിക്ക മാർവൽ ഡി സി ഒന്നും അപ്പോഴും ഞാൻ കാണാറില്ല. എന്തായാലും ഞാൻ ക്യാപ്റ്റൻ അമേരിക്ക കണ്ടു. സോ സിനിമേനെ പറ്റി പറയാനാണെങ്കിൽ, സിനിമ തുടങ്ങണത് നമ്മൾ വളരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത ഒരു ഹീറോയുടെ ഒരു ഫിസിക്കിൽ നിന്നാണ്. ഇപ്പം ക്രിസ് ഇവാൻസിൻ്റെ എഡിറ്റ് ചെയ്ത ഒരു ബോഡി നേച്ചറാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ പുള്ളി സ്റ്റീവ് റോജേഴ്സ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറായിട്ടാണ് വരുന്നത്. അപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പിന്നെയും ട്രൈ ചെയ്യുന്ന ഒരാളാണ് ഈ മെയിൻ ക്യാരക്ടർ, അതായത് സ്റ്റീവ് റോജേഴ്സ്. അപ്പോൾ പുള്ളിക്ക് പട്ടാളത്തിൽ പോകണം, പക്ഷെ പട്ടാളത്തിൽ പോകാനുള്ള ഫിസിക്ക് പുള്ളിക്കില്ല. അപ്പോൾ പുള്ളി എന്നിട്ട് എങ്ങനെയൊക്കെ ഒരു ഡോക്ടർ പുള്ളീനെ കാണും. അപ്പോൾ ഈ ഡോക്ടറിന് ഇവൻ്റെ ഈ സ്വഭാവം ഇഷ്ടപ്പെടും, അതായത് ഇങ്ങനെ എന്തിനും തോറ്റു കൊടുക്കാൻ ഇഷ്ടമില്ലാത്ത സ്വഭാവം ഇഷ്ടപ്പെടും. അങ്ങനെ ഈ ഡോക്ടർ ഇവനെ ആർമിയിലേക്ക് എടുക്കാൻ വേണ്ടി സജസ്റ്റ് ചെയ്യാണ്. അങ്ങനെ പുള്ളി, ഇതൊക്കെ നടക്കുന്ന വേൾഡ് വാറിൻ്റെ സമയത്താട്ടോ, 1942 പുള്ളി അങ്ങനെ ആർമിയിൽ ചേരുകയാണ്. അപ്പോൾ പുള്ളീനെ എന്നിട്ട് ഇയാൾ ഒരു എക്സ്പെരിമെൻ്റ് ആണ്, അതായത് ആൾക്കാരെ സ്ട്രോങ് ആക്കാനുള്ള ഒരു എക്സ്പെരിമെൻറ്റിൽ ഈ സ്റ്റീവ് റോജേഴ്സിന് ഒരു സെറം കുത്തിവെക്കുകയാണ്. അപ്പോൾ നമ്മൾ അത്രയും നേരം, അപ്പോൾ ഒരു നമ്മൾ MRI സ്കാനൊക്കെ ചെയ്യുന്ന ഒരു വലിയ ട്യൂബ് പോലത്തെ ഒരു സാധനം, അത് നിവർത്തി വെച്ചിട്ടുള്ള അങ്ങനത്തെ ഒരു സാധനത്തിലാണ് ഈ സെറം കുത്തിവെക്കാൻ വേണ്ടി ഇയാളെ കയറ്റുന്നത്. അപ്പോൾ ഇയാൾ കയറുമ്പോൾ അത്രയും നേരം നമ്മൾ ഒരു അരമണിക്കൂർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത ഒരാളാണ്. ചെറിയൊരു മനുഷ്യൻ. പക്ഷെ പുള്ളി പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഏതാ എഡിറ്റിംഗ് എന്ന് ഭയങ്കര കൺഫ്യൂഷനായിപ്പോയി. കാരണം പുള്ളി പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര മസിലുള്ള വലിയൊരാൾ, ഭയങ്കര വലിപ്പമുള്ള ഒരാൾ. അപ്പോഴെനിക്ക് മനസ്സിലായി, ഓക്കെ, ഞാൻ ആദ്യം വിചാരിച്ച ക്യാപ്റ്റൻ അമേരിക്ക എന്തായാലും ഇവനായിരിക്കും ക്യാപ്റ്റൻ അമേരിക്ക, നമുക്ക് അറിയാം, കാരണം ഇവനാണ് ഹീറോ എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു, ഓക്കെ, ചെറിയൊരാൾക്ക് എങ്ങനെ ക്യാപ്റ്റൻ അമേരിക്കയായി അമേരിക്ക രക്ഷപ്പെടുത്താൻ പറ്റുമെന്നായിരിക്കും സിനിമയുടെ പ്ലോട്ടെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കാണാം. പക്ഷെ പുള്ളി പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴാണ് ഓക്കെ, ക്യാപ്റ്റൻ അമേരിക്ക ചെറുതല്ല, വലിയൊരാളാണെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ എനിക്കൊരു ഡൗട്ട് വന്നു, ഈ സ്റ്റീവ് റോജേഴ്സ് ആക്ട് ചെയ്ത ക്രിസ് ഇവാൻസ് ശരിക്കും ചെറിയ ആളാണോ വലിയ ആളാണോ എന്ന്. എന്നിട്ട് ഞാൻ അയാളെ പറ്റിയൊക്കെ സെർച്ച് ചെയ്ത് അയാൾ വലിയ ആൾ തന്നെയാണെന്ന് കൺഫേം ചെയ്തപ്പോഴാണ് സിനിമ ബാക്കി കണ്ടത്. നമുക്കൊരു ഡൗട്ട് വരുമല്ലോ, എനിക്ക് ഡൗട്ട് വന്നു. എന്തായാലും സിനിമ പിന്നെ കണ്ടിന്യൂ ആണ്. പിന്നെ അങ്ങനെ ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് ഒരു ഷീൽഡൊക്കെ ഇട്ടാണ്. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ വേറെ കുറേ ക്യാരക്ടറുകളെയൊക്കെ കാണുന്നുണ്ട്. മറ്റേ അയൺമാൻ്റെ ഫാദർ, അങ്ങനെ പുള്ളിയുടെ പേരിന് അയൺമാൻ്റെ ഫാദറിൻ്റെ പേര് ടോണി സ്റ്റാർക്കിൻ്റെ ഫാദർ ഹവാർഡ് സ്റ്റാർക്കൊക്കെ സിനിമയിലുണ്ട്. സ്റ്റീവ് റോജേഴ്സിന് ഒരു ഗേൾഫ്രണ്ടൊക്കെ ഉണ്ടാവും. ആ സമയത്ത് ഒരു ബ്രിട്ടീഷ് ഗേൾഫ്രണ്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല സ്റ്റേൺ ബോൾഡായിട്ടുള്ള ഗേൾഫ്രണ്ടാണ്. അപ്പോൾ അവരങ്ങനെ, അപ്പോൾ ഇതിൻ്റെ പ്ലോട്ട് എന്താണെന്ന് വെച്ചാൽ, ഇതിലൊരു വില്ലൻ ഉണ്ട്. ഈ വില്ലൻ്റെ ഒരു കല്ലുണ്ട്. ആ കല്ലിൻ്റെ പേര് ടെസറാക്ട്. ഈ ടെസറാക്റ്റിന് ഒടുക്കത്തെ പവറാണ്. അപ്പോൾ ഈ ഒടുക്കത്തെ പവർ ഉള്ളതുകൊണ്ട് ഈ വില്ലൻ ഇത് ഹിറ്റ്ലറിനെയും കൂടി തോപ്പിച്ച് ലോകം മൊത്തം കൈയടക്കാൻ വേണ്ടിയിട്ട് ഈ വില്ലൻ ഈ ടെസറാക്ട് വെച്ച് വെപ്പൺസൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഈ വില്ലൻ ഇങ്ങനെ വെപ്പണൊക്കെ ഉണ്ടാക്കിയിട്ട് കുറേ അമേരിക്കൻ സോൾജേഴ്സിനെയൊക്കെ ഇങ്ങനെ കിഡ്നാപ്പ് ചെയ്ത് വെച്ച് ക്യാപ്റ്റൻ അമേരിക്കയുടെ ബെസ്റ്റ് ഫ്രണ്ട് അതിൻ്റെ ഉള്ളിലുണ്ടാവും. അപ്പോൾ ക്യാപ്റ്റൻ അമേരിക്ക വന്ന് അയാളെ രക്ഷിക്കാനൊക്കെ ആയിട്ട് വരും. അങ്ങനെ ക്യാപ്റ്റൻ അമേരിക്കേനെ ഫസ്റ്റ് ഇവൻ്റെ ആർമി ബേസിലുള്ള ആർക്കും വലിയ വിലയില്ലായിരുന്നു, കാരണം ഇവനൊരു എക്സ്പെരിമെൻ്റൽ സംഭവം എന്നുള്ള ഒരു സെറ്റപ്പിൽ. പക്ഷേ പിന്നെ പുള്ളി ഇവരെയൊക്കെ രക്ഷിച്ചുകൊണ്ട് വരുമ്പോൾ പുള്ളീനെ എല്ലാവർക്കും ഭയങ്കര വിലയൊക്കെ ആവും, അങ്ങനെ ഭയങ്കര സ്നേഹമൊക്കെ ആവും. അത് കഴിഞ്ഞിട്ട് ക്യാപ്റ്റൻ അമേരിക്ക പിന്നെ അടുത്ത ഇതിന് വേണ്ടി, അതായത് ഈ ടെസറാക്ട് എടുത്ത് വില്ലനെ മൊത്തമായിട്ട് കൊല്ലാനുള്ള ഒരു പ്ലാനിലാണ്. അപ്പോൾ ഈ വില്ലന് ക്യാപ്റ്റൻ അമേരിക്കയുടെ ഫിസിക്ക് മാറ്റിയ ഡോക്ടറിനെ അറിയാം. അപ്പോൾ ഈ ഡോക്ടർ വില്ലനിൽ ഈ സെറം ടെസ്റ്റ് ചെയ്തതാണ് വില്ലൻ പറഞ്ഞിട്ട്. അപ്പോൾ സെറം ഫുൾ ഡെവലപ്ഡ് അല്ലാത്തതുകൊണ്ട് വില്ലന് അതിന് കുറേ സൈഡ് റിയാക്ഷനൊക്കെ ഉണ്ടായി. പുള്ളിയുടെ മുഖം നമ്മുടെ സ്ട്രേഞ്ചർ തിങ്സിലെ വെക്നയുടെ ഒക്കെ ഒരു മുഖം ചുമപ്പിച്ച് വെച്ചേക്കുന്ന ഒരു സെറ്റപ്പിലാണ് ഇരിക്കണത്. അത് കഴിഞ്ഞിട്ട് ഈ വില്ലൻ എന്നിട്ട് പിന്നെ ലാസ്റ്റ് എത്തുമ്പോൾ വില്ലനും ക്യാപ്റ്റൻ അമേരിക്കയും തമ്മിലുള്ള ഇടിയാണ്. അതിൽ ക്യാപ്റ്റൻ അമേരിക്ക ഇതിൻ്റെ ഇടയ്ക്ക് ക്യാപ്റ്റൻ അമേരിക്കയുടെ ബെസ്റ്റ് ഫ്രണ്ട് മരിച്ചുകൊണ്ട്, അപ്പോൾ ക്യാപ്റ്റൻ അമേരിക്ക ഭയങ്കര ദേഷ്യമാണ്. വില്ലൻ ഈ ടെസറാക്റ്റിൻ്റെ എനർജിയിലേക്ക്
തെറിച്ച് ഗാലക്സിയിലേക്ക് പോവും. മരിക്കോ ജീവിക്കുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആള് തെറിച്ച് ഗാലക്സിയിലേക്കാണ് പോണത്. കാരണം അവിടെ വലിയൊരു സാധനമൊക്കെ ഓപ്പണായിട്ട് ഒരു ഹോള് പോലെ ഓപ്പണായി ഗാലക്സി കാണാം. പുള്ളി തെറിച്ചങ്ങോട്ട് പോകും. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് തോന്നും ക്യാപ്റ്റൻ അമേരിക്ക മരിച്ചോ. ചിലപ്പോൾ നമ്മൾ എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലിരിക്കുമ്പോഴാണ് അടുത്തൊരു വലിയൊരു ട്വിസ്റ്റ് എനിക്ക് കാണാൻ പറ്റിയത്. അതായത് ക്യാപ്റ്റൻ അമേരിക്ക പിന്നെ കണ്ണ് തുറക്കുമ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, ഓക്കെ ഇവർ ആ ബ്രിട്ടീഷ് ഗേൾഫ്രണ്ടുമായിട്ടൊരു ഡേറ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ ഞാൻ ആ ഡേറ്റിനൊക്കെ ഇവർക്ക് പോകാമല്ലോ എന്നൊക്കെ ആലോചിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അപ്പോൾ കണ്ണ് തുറന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ക്യാപ്റ്റൻ അമേരിക്ക എനിക്കല്ല മനസ്സിലായത്, ക്യാപ്റ്റൻ അമേരിക്കയ്ക്കും എനിക്കും മനസ്സിലായത് അത് 70 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അയാൾ കണ്ണ് തുറക്കണേന്ന്. അത് 70 വർഷം അയാൾ ഉറങ്ങുമായിരുന്നു എന്ന്. അങ്ങനെ ക്യാപ്റ്റൻ അമേരിക്കയുടെ കഥ കഴിയല്ല, ക്യാപ്റ്റൻ അമേരിക്കയുടെ ഫസ്റ്റ് മൂവി അവിടെ കഴിഞ്ഞു. എന്തായാലും അടിപൊളി സിനിമയായിരുന്നു. എന്താ പറയുക, ഫുൾ ഇങ്ങനെ നമ്മൾ സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നാണ്ടിരിക്കില്ലേ, അത് നമ്മൾ കമ്പൽ ചെയ്തിട്ട് നമുക്ക് ചില സിനിമകൾ സ്ക്രീൻ എഡിറ്റിങ്ങിൻ്റെ ഇതുകൊണ്ട് നമ്മൾ കണ്ണൊന്ന് മാറ്റിയാൽ നമുക്ക് ആ സിനിമയുടെ കഥ മനസ്സിലാവാതെ പോകും. ഇതങ്ങനെയല്ല, നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്തായാലും ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവണം എന്തുകൊണ്ടാണ് ഈ മാർവലിനൊക്കെ ഇത്രയും ഫാൻസ് എന്ന്. കാരണം ഫസ്റ്റ് സിനിമയിൽ തന്നെ എനിക്ക് അടുത്ത സിനിമ കാണാനുള്ള ഒരു ഇതായി. അപ്പോൾ ഞാൻ അതുകൊണ്ട് അടുത്ത സിനിമയും ഉടൻ തന്നെ കാണുന്നതായിരിക്കും. സോ അതാണ് ക്യാപ്റ്റൻ അമേരിക്കനെ പറ്റിയുള്ള എൻ്റെ അഭിപ്രായം. താങ്ക്സ് ഫോർ വാച്ചിങ് ഹെലൻ റിയാക്ട്സ്. താങ്ക് യു.